പ്രിയ കൂട്ടുകാരെ, കത്തോലിക്ക സഭയിലെ വലിയൊരു വിശുദ്ധയായ വിശുദ്ധ റീത്തായുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി വിശുദ്ധ റീത്തയോട് മാധ്യസ്ഥ്യം തേടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കൂ. വിശുദ്ധരുടെ തിരുനാൾ ദിനത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് അവരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഏറെ അനുഗ്രഹങ്ങൾ അവർ ഈശോയിൽ നിന്ന് നമുക്കായി വാങ്ങി നൽകും. ജീവിതത്തിൽ രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ കലഹങ്ങളും വല്ലാതെ നിങ്ങളെ ഇന്ന് തളർത്തുന്നുണ്ടെങ്കിൽ, മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം പലരും അഭയം തേടുന്ന വിശുദ്ധയാണ് വിശുദ്ധ റീത്ത. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയെന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ വിളിക്കുന്ന വിശുദ്ധ റീത്തയുടെ തിരുനാളാണ് ഇന്ന് മെയ് 22 നമ്മൾ ആഘോഷിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഫ്രാൻസിലെ നീസിലുള്ള വിശുദ്ധയുടെ പുണ്യസങ്കേതത്തിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നത്. കഷ്ടപ്പാടുകളും കണ്ണുനീരും നിറഞ്ഞതായിരുന്നു വിശുദ്ധ റീത്തയുടെ ഭൗമിക ജീവിതം. കഠിനമായ ദാമ്പത്യ ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്ന അവൾക്ക് ഒടുവിൽ ഭർത്താവിനെയും പിന്നീട് തൻ്റെ 2 മക്കളെയും നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ ഈ പ്രതിസന്ധികളിലൊന്നും അവൾ തളരുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. പകരം പ്രാർത്ഥനയിലും പൂർണ്ണമായ ദൈവസമർപ്പണത്തിലും അവൾ കൂടുതൽ ആഴപ്പെടുകയാണ് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ശീതകാലത്ത് മരുഭൂമിയിലെന്ന പോലെ വിരിഞ്ഞ റോസാപ്പൂവും ഉണങ്ങിക്കരിഞ്ഞു പോയിട്ടും വീണ്ടും ഫലം കായ്ച്ച മുന്തിരിവള്ളിയും പോലെ അവരുടെ ജീവിതം വഴി നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും പിന്നീട് സാക്ഷ്യപ്പെടുത്തപ്പെട്ടു. ഇന്ന് ഈ സമയം നിന്റെ ഉള്ളിലെ ആഴമേറിയ സങ്കടങ്ങളും ആശങ്കകളും ഭാരങ്ങളും പങ്കുവയ്ക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ തിരുനാൾ ദിനം. രോഗപീഠകളാൽ നീ ഇന്ന് കഷ്ടപ്പെടുന്നുണ്ടോ? കുടുംബത്തില് സമാധാനമില്ലാതെ നീ ഇന്ന് ഉഴലുന്നുണ്ടോ? അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി നാളുകളായി നീ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കായോ സമാധാനം വീണ്ടെടുക്കാനായോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രത്യേകമായി വിശുദ്ധ റീത്തയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു കൊച്ചു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങേ ദാസിയായ വിശുദ്ധ റീത്തായുടെ അപേക്ഷകളെ കരുണയോടെ കടാക്ഷിക്കാമെന്ന് അങ്ങ് ദയാപൂർവം വാഗ്ദാനം ചെയ്തുവല്ലോ. അങ്ങയുടെ നേരെ അവൾക്കുണ്ടായിരുന്ന ആശ്രയമായ സ്നേഹത്തിൻ്റെയും അങ്ങയുടെ വാഗ്ദാനത്തിൽ അവൾക്കുണ്ടായിരുന്ന ദൃഢവിശ്വാസത്തിൻ്റെയും പ്രതിഫലമായി മനുഷ്യർക്ക് മുൻകരുതൽ കൊണ്ടോ സാമർഥ്യം കൊണ്ടോ സാധിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ അവളുടെ മധ്യസ്ഥ അപേക്ഷയിൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ ഞങ്ങളെ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ റീത്തയുടെ മധ്യസ്ഥതയിൽ ചെയ്യുന്ന അപേക്ഷയെ അങ്ങയുടെ കരുണയാൽ ഞങ്ങൾക്ക് അനുവദിച്ചു തരികയും അങ്ങനെ അങ്ങ് വിനീതരുടെ രക്ഷയും നിസ്സഹായരുടെ ആശ്രയവും അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തിയുമാണെന്ന് അവിശ്വാസികൾ അറിയുവാൻ ഇടവരുത്തുകയും ചെയ്യണമെന്ന് കർത്താവീശോ മിശിഹാ വഴിയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ റീത്തയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുകൂടി കേൾക്കൂ. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ റീത്ത. നെറ്റിയിൽ ഒരു മുറിവും 2 കൈകളും കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്ന വലിയ കുരിശുരൂപവും വിശുദ്ധ റീത്തയുടെ ചിത്രം കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. വിവാഹിതയായി ഒരു ഭാര്യയായും 2 മക്കളുടെ അമ്മയായും തുടർന്ന് സന്യാസിനിയായും ജീവിച്ച വിശുദ്ധ റീത്തയ്ക്ക് കർത്താവിൻ്റെ മുൾക്കിരീടത്തിൽ നിന്ന് ഒരു മുള്ള ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം സിദ്ധിച്ചതും ഒരു മഹാസംഭവമാണ്. ഇറ്റലിയിലെ കാസിയ പട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു കുലീന കർഷക കുടുംബത്തിൽ അന്തോണിയോ അമാത്ത ദമ്പതികളുടെ മകളായി റീത്ത ജനിച്ചു. ഈ ദമ്പതികൾ വിവാഹിതരായി ഒത്തിരി കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിച്ച് പ്രാർത്ഥനയും ദാനധർമ്മവുമൊക്കെയായി കഴിയുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അമ്മാത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു സന്ദേശം നൽകിയത്. നിങ്ങൾക്ക് ഒരു മകൾ ജനിക്കും, അവളിൽ വിശുദ്ധിയുടെ മുദ്ര പതിഞ്ഞിരിക്കുന്നു. ഈ സന്ദേശം നിറവേറാൻ കാത്തിരുന്നു പ്രാർത്ഥിച്ചു. 1381 മെയ് 22 റീത്ത പൂജാതയായി.
കുഞ്ഞുനാൾ മുതൽ റീത്തയിൽ നിഷ്കളങ്കതയും ഹൃദയ നൈർമല്യവും അനുസരണവും പ്രായത്തിന് തക്ക ചുറുചുറുക്കും പ്രകടമായിരുന്നു. കുരിശുരൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചു പ്രാർത്ഥിക്കുക പതിവായിരുന്നു. 12 വയസ്സു മുതൽ മാതാപിതാക്കൾ റീത്തയ്ക്ക് വേണ്ടി വിവാഹാലോചന തുടങ്ങിയെങ്കിലും സന്യാസിനിയായി ജീവിക്കാനുള്ള ആഗ്രഹം റീത്ത അവരെ അറിയിച്ചു. എങ്കിലും അവസാനം മാതാപിതാക്കളെ അനുസരിച്ചു. ധനികനും കോമളനുമായ ഒരു യുവാവിനെ കണ്ടെത്തി കാനോൻ നിയമപ്രകാരം വിവാഹിതയായി. ഭർത്താവ് ഫെർഡിനാൻഡോ. ആദ്യമൊക്കെ ജീവിതം സന്തോഷമായിരുന്നു. പക്ഷേ ഫെർഡിനാൻഡോ തൻ്റെ തനി നിറം പുറത്തെടുത്തു തുടങ്ങി. ഭാര്യയെ ദ്രോഹിക്കുക, ദേഷ്യപ്പെടുക, പരുഷമായി പെരുമാറുക, പുറത്തുപോയി കൂട്ടുകാരുമൊത്ത് ചൂത് കളിച്ച് പണം നശിപ്പിക്കുക, ഇവയെല്ലാം പതിവായി. റീത്ത അതിരറ്റ ക്ഷമയുടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതല്ലാതെ ഭർത്താവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. റീത്തയുടെ ക്ഷമയും സഹനവും പ്രാർത്ഥനയുമെല്ലാം നല്ലവനായ ഈശോ കണ്ടു. ഫെർഡിനാൻഡോ മാനസാന്തരപ്പെട്ടു. നല്ല ജീവിതം തുടങ്ങി. ഇവർക്ക് 2 മക്കളും ജനിച്ചു. ഫെർഡിനാൻഡോയുടെ പഴയ കൂട്ടുകാർ അദ്ദേഹത്തെ വകവരുത്താൻ പാർത്ത് നടന്നു. ഒരു ദിവസം വഴിയിൽ വെച്ച് പഴയ കൂട്ടുകാർ ഫെർഡിനാൻഡോയെ കഠാര കൊണ്ട് കുത്തി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. റീത്ത വീണ്ടും ഒറ്റപ്പെട്ടു. അന്ത്യകൂദാശ സ്വീകരിക്കാതെയുള്ള ഭർത്താവിൻ്റെ മരണം റീത്തയെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി. റീത്ത ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. റീത്ത ഭക്തികർമ്മങ്ങൾ തുടർന്നു. പക്ഷേ മക്കളിൽ അവരുടെ പിതാവിൻ്റെ ഘാതകരോടുള്ള പക വളർന്നു. റീത്ത മക്കളോട് പറഞ്ഞു, മക്കളെ, പ്രതികാരം നമുക്കുള്ളതല്ല. പക മനസ്സിൽ വരുമ്പോൾ ക്രൂശിത രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുക. റീത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദിവ്യനാഥ, ഒന്നുകിൽ മക്കളിലെ പക മാറ്റുക, അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുത്തുകൊള്ളുക. ദൈവം പ്രാർത്ഥന കേട്ടു. 1 വർഷത്തിനുള്ളിൽ 2 മക്കളും രോഗം വന്നു മരിച്ചു. റീത്ത വീണ്ടും ഒറ്റപ്പെട്ടു. ഒരു കന്യകാലയത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തുള്ള അഗസ്റ്റീനിയൻ മഠത്തിലേക്ക് പോയി. പക്ഷേ ഒരു വിധവയ്ക്ക് മഠത്തിൽ പ്രവേശനം തരാൻ നിവർത്തിയില്ല എന്ന മദറിൻ്റെ മറുപടി കേട്ട് മനനൊന്ത് റീത്ത മടങ്ങി. വീട്ടിലെത്തി വാതിലടച്ച് ക്രൂശിത രൂപത്തിനു മുൻപിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ സമയത്ത് ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച അരയിൽ തോൽവാറും കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തി. അത് സ്നാപക യോഹന്നാനാണ് എന്ന് മനസ്സിലാക്കി റീത്ത വിശുദ്ധനെ അനുഗമിച്ചു. വിശുദ്ധൻ റീത്തയെ അഗസ്റ്റീനിയൻ മഠത്തിൻ്റെ ആവൃത്തിക്കുള്ളിലാക്കിയിട്ട് അപ്രത്യക്ഷനായി. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാനെത്തിയ സഹോദരിമാർ റീത്തയെ കണ്ട് അത്ഭുതപ്പെട്ടു. പിന്നീട് മദർ വന്ന് റീത്തയോട് സംസാരിച്ചു. ഒരു വിശുദ്ധനാണ് റീത്തയെ നയിച്ചതെന്നറിഞ്ഞപ്പോൾ മദർ റീത്തയെ സ്വീകരിച്ചു. സഭാവസ്ത്രം നൽകി സഹോദരിമാരോടൊപ്പം ചേർത്തു. എളിമയിലും അനുസരണത്തിലും സഭാ നിയമങ്ങൾ കൃത്യമായി പാലിച്ചും വിശുദ്ധ ജീവിതം നയിക്കാൻ റീത്ത തീരുമാനിച്ചു. അനുസരണം പരീക്ഷിക്കാൻ മദർ റീത്തയ്ക്ക് പല ജോലികൾ കൊടുത്തു. ഉണങ്ങി വരണ്ട ഒരു മുന്തിരിച്ചെടി ദിവസവും നനയ്ക്കാൻ മദർ ആവശ്യപ്പെട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മുന്തിരിച്ചെടി പെട്ടെന്ന് തളിർത്ത് ഫലം നൽകി. 600 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ മുന്തിരിച്ചെടി ഫലം തന്നുകൊണ്ടിരിക്കുന്നു. പിശാചു ബാധിച്ച ഒരു സ്ത്രീയെ നെറ്റിയിൽ കുരിശു വരച്ച് റീത്ത സുഖപ്പെടുത്തി. കാസിയായിലെ പരിശുദ്ധ മാതാവിൻ്റെ പള്ളിയിൽ ഈശോയുടെ പീഡാനുഭവ ധ്യാനത്തിൽ പങ്കെടുത്തു വന്ന വിശുദ്ധ റീത്ത കുരിശു രൂപത്തിന് മുൻപിൽ നിന്നും പ്രാർത്ഥിച്ചു. അങ്ങയുടെ വേദനയിൽ എന്നെയും പങ്കുചേർക്കണമേ. മഹാത്ഭുതമെന്ന് പറയട്ടെ, ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒരു മുള്ള് വിശുദ്ധ റീത്തയുടെ നെറ്റിയിലേക്ക് വന്ന് തറച്ചുകൊണ്ടു. റീത്ത ബോധരഹിതയായി വീണു. സഹോദരിമാർ ശബ്ദം കേട്ട് ഓടി വന്നു. അവർ ശുശ്രൂഷിച്ചു. എന്നാൽ മുറിവ് പഴുത്ത് വികൃതമായി. റീത്ത ക്ഷമയും സഹനവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി. അപ്പോഴാണ് റോമിൽ നടക്കുന്ന ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചത്. വിശുദ്ധ റീത്ത ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും നെറ്റിയിലെ മുറിവുമായി പോകാൻ മദർ അനുവദിച്ചില്ല. പക്ഷേ റീത്ത കുരിശുരൂപത്തിൻ്റെ മുൻപിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഈ മുറിവ് മാറ്റിത്തരിക. പോയി വന്നു കഴിയുമ്പോൾ വീണ്ടും ആ മുറിവ് ഞാൻ സ്വീകരിച്ചു കൊള്ളാം. അത്ഭുതമെന്ന് പറയട്ടെ, മുറിവ് മാഞ്ഞ് റീത്ത ധ്യാനത്തിൽ പങ്കെടുത്തു.
മടങ്ങി വന്നപ്പോൾ ആ മുറിവ് വീണ്ടും സ്വീകരിച്ചു. മുറിവ് വീണ്ടും പഴുത്ത് വികൃതമായി. റീത്തയുടെ മരണം സമീപിച്ചിരിക്കുന്നുവെന്ന് ഒരു ദൂതൻ അറിയിച്ചു. ഈ വിവരമറിഞ്ഞ് സഹോദരിമാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. റീത്തയെ ദൈവം സ്വർഗത്തിലേക്ക് വിളിച്ചു. റീത്തയ്ക്ക് വേണ്ടി ഒരു ശവപ്പെട്ടി വാങ്ങുവാൻ മഠത്തിലെ സഹോദരിമാർ ശവപ്പെട്ടിക്കടയിലെത്തി. പെട്ടിപ്പണിക്കാരൻ ആ സമയം തളർന്നു കിടക്കുകയായിരുന്നു. റീത്തയ്ക്ക് വേണ്ടിയാണ് പെട്ടിയെന്ന് പറഞ്ഞ നിമിഷം പണിക്കാരൻ ചാടി എഴുന്നേറ്റ് പെട്ടി നിർമ്മിച്ചു കൊടുത്തു. ഇത് ഒരു അത്ഭുതമായിരുന്നു. റീത്തയുടെ മരണസമയത്ത് പള്ളിമണികൾ താനേ മുഴങ്ങിയതും അന്ന് കത്തിച്ച മെഴുകുതിരികൾ ഇന്നും കെടാതെ നിൽക്കുന്നതും പൂക്കൾ വാടാതിരിക്കുന്നതും ശരീരം ഇന്നും അഴുകാതിരിക്കുന്നതും അത്ഭുതങ്ങളാണ്. 1457 മെയ് 22 വിശുദ്ധ റീത്തയുടെ മരണം. 1628 വാഴ്ത്തപ്പെട്ടവളായും 1900 ഏപ്രിൽ 8 വിശുദ്ധിയായും പ്രഖ്യാപിക്കപ്പെട്ടു. ലയോ 13 പാപ്പയാണ് റീത്തയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതും അസാധ്യ കാര്യങ്ങളുടെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതും. നമുക്ക് വിശുദ്ധിയോടുള്ള പ്രാർത്ഥനയും കുരിശുരൂപത്തിൻ്റെ മുൻപിലുള്ള പ്രാർത്ഥനയും ശീലമാക്കാം.